നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാൻ നമ്മുടെ ഇന്നത്തെ കാര്യക്കാരെ. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ടിനിച്ചേട്ടാ, മണിക്കുട്ട. സ്വാഗതം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം ഏറയിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യേണ്ട സമയമാണ്. ഒരുപാട് സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം ഹരി പത്തനാപുരം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം ഏറയുടെ ടീം ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്. ഓക്കെ, സൈന്ധവ്, ദേവിലക്ഷ്മി, ആരിദത്തൻ. ഒരു നല്ല കൈഡി. സകല പണിയും ചെയ്ത് ഞാൻ മടുത്തു. ഒരു ജോലിക്കാരിയെ വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കൂല. ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും കേൾക്കൂല. എന്റെ പൊന്നു മനുഷ്യ, ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണമല്ലോ, നിങ്ങൾ കാണുന്നുണ്ടാ? എത്ര ദിവസം കൊണ്ട് ഞാൻ ചോദിക്കുന്നു ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചാന്നു. ഇന്നും കൂടെ എനിക്ക് വാഷിംഗ് മെഷീൻ കിട്ടിയില്ലെങ്കിൽ ഈ വീട്ടിലൊരു പുതിയ വാഷിംഗ് മെഷീൻ ഞാൻ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കും. പുതിയ വാഷിംഗ് മെഷീനാ? ഏത് കമ്പനിയുടെ? മോഹനംപിള്ള. അങ്ങനെയൊക്കെ കമ്പനി ഉണ്ടോ? നിങ്ങൾ ഈ കാണുന്ന തുണി മൊത്തം കഴിവേണ്ടി വരുമെന്ന്. എടി, പണ്ട് ഈ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലായിരുന്നു. എന്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മിയിലരച്ച കറികളും അരി ഇടിച്ചുണ്ടാക്കിയ പലഹാരങ്ങൾ കഴിച്ചും കല്ലിലലക്കി ഉണക്കി തുണികൾ ഇട്ടുമാണ് ഞങ്ങൾ വളർന്നത്. ഇതെല്ലാം ചെയ്യുന്നത് എന്റെ അമ്മയായിരുന്നു. എന്നാ പിന്നെ വാഷിംഗ് മെഷീൻ വേണ്ട. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. നിങ്ങൾ അമ്മയെ ഇവിടെ പിടിച്ചങ്ങ് നിർത്ത്. അവർ ചെയ്തിട്ട് എല്ലാ ജോലി. ഓഹോ, ഞാൻ തന്നെ ഇതെല്ലാം കേൾക്കണം. എന്തോരം പെണ്ണ് ഞാൻ കണ്ടതാ, അതൊന്നും നടന്നില്ല. അവസാനം എനിക്ക് കിട്ടിയത് ഒന്ന് പറഞ്ഞു നിർത്തുകയാണെങ്കിൽ പറഞ്ഞു നിർത്തണം. ഇല്ല വീണ്ടും വീണ്ടും പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വന്നിരിക്കും. ആ പെൺപിള്ളേരെയൊക്കെ നല്ല കാലം. എന്റെ കഷ്ടകാലത്തിൽ ഞാൻ നിങ്ങളെ കെട്ടിക്കയറി ഇങ്ങോട്ട് വരേണ്ട ചെയ്തു. എനിക്ക് മര്യാദയ്ക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചാ. എടി, ഈ തുണി അലക്കുന്നതും മുറ്റം അടിക്കുന്നതും അരി അരയ്ക്കുന്നതും ഇതെല്ലാം ഒരു വ്യായാമമാണ്. ശരീരത്തിന് ആരോഗ്യം വരും. എന്നാ പിന്നെ നാളെ മുതൽ നിങ്ങൾ ഈ പണിയൊക്കെ അങ്ങോട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇത്തിരി ആരോഗ്യം കിട്ടട്ടെ. ഇനി എനിക്കുള്ള ആരോഗ്യമൊക്കെ പോരെ? ഏതൊരു ഭർത്താവിനെയും ഒരു അഹങ്കാരമാണല്ലോ ആരോഗ്യമുള്ളൊരു ഭാര്യ. അതുകൊണ്ട് നീ തന്നെ പണിയൊക്കെ ചെയ്താൽ മതി. നിങ്ങളുടെ ഈ സൂത്രം ഇവിടെ നടന്നു പോണ ലക്ഷണം ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഏതൊക്കെ ജോലി ചെയ്യണോ അതൊക്കെ നിങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യണം. ഞാൻ ഇപ്പൊ തുണി അലക്കി കഴിഞ്ഞാൽ നിങ്ങൾ അത് വിരിക്കണം. ഞാൻ പാത്രം കഴുകി കഴിഞ്ഞാൽ നിങ്ങൾ മുറ്റം അടിക്കണം. ഞാൻ മീൻകറി വെച്ച് കഴിഞ്ഞാൽ നീ മീൻകറി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് ചോറിന് കൂടെ തിന്നണം. പിന്നെ തീറ്റിക്കാം, ഞാൻ നിങ്ങളെ തീറ്റിക്കാമേ. എടി, നീ വെറുതെ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്? നിന്റെ ദേഹത്തേതോ ബാധ കയറിയിട്ടുണ്ട്. തന്നെ 8 കൊല്ലമായിട്ടൊരു ബാധ എന്റെ കൂടെ കൂടിയൊക്കെയാണ്. ഒരു ഒഴിയാബാധ. ആ ഒഴിയാബാധ ഞാനാണ്, മനസ്സിലായി? ആ ഒഴിയാബാധ ഞാനാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളാണ് ആ ഒഴിയാബാധയെന്ന്. എടി, നീ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടാതെ. നിന്റെ ദേഹത്തേതോ ബാധ കയറിയിട്ടുണ്ട്. എനിക്ക് അതൊന്നും അറിയണ്ട. മര്യാദക്ക് ഞാൻ പറയണം, അങ്ങോട്ട് ചെയ്താ മതി. ഇവിടെ ഈ വന്ന ദിവസങ്ങളിൽ എന്നോട് മൊത്തം ദേഷ്യപ്പെടല്ല. അപ്പൊ ഇവളുടെ ദേഹത്ത് എന്തോ ഒരു ബാധ കയറിയിട്ടുണ്ട്. ഇത് ഒഴിപ്പിക്കാൻ വേണ്ടി അമ്മാവനെ ഒന്ന് വിളിക്കാം. ഹലോ ഹലോ, പറയടാ. ഓ, എന്റെ അമ്മാവ, എന്റെ കണക്കൂട്ടരെല്ലാം അങ്ങ് തെറ്റുവാ. അത് 2 കാര്യമുണ്ട്. 1, പഠിക്കാൻ വിട്ടപ്പോ പഠിക്കണമായിരുന്നു. 2, നിന്റെ ഈ വിളിക്കുന്ന ഫോണിലില്ലേ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നും തെറ്റാറില്ല. കാൽക്കുലേറ്റർ കണക്ക് കൂട്ടുന്ന കാര്യമാണോ എന്റെ അമ്മാവ? അമ്മാവ, ഇവിടെ മൊത്തം പ്രശ്നമാ. ഞാൻ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. എടാ, നിന്റെ വർത്താനം കേട്ടിട്ട് പണ്ട് നിന്നെ തല്ലിക്കൊല്ലാൻ ഓർത്തതാ ഞാൻ. പിന്നെ അതങ്ങ് വേണ്ടാന്ന് വെച്ച്. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. എന്റെ അമ്മാവ, ഇതൊന്നേ ജാതക പ്രശ്നം അല്ല, വീടിന്റെ പ്രശ്നം. അമ്മാവൻ വാ, നോക്ക്. ഞാൻ എന്താ വരുന്നടാ മക്കളെ. ശരി. എനിക്കൊരു ചായ. നേരം വെളുത്തെ പിന്നെ എത്രാമത്തെ ചായ മനുഷ്യ നിങ്ങൾ ഈ കുടിക്കണേ? 6ാമത്തെ ചായയല്ലേ? അതെ. ഇങ്ങനെ തരുതരാ ചായ കുടിക്കാൻ നിങ്ങൾ എന്തിന് തേയിലത്തോട്ടത്തിലെ പെറ്റിട്ടത്? ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. എന്ത് പറയാത്തെ? എനിക്ക് വയ്യേ, വൈകുന്നേരം വരെ തെറിയേക്കായി. എന്റെ അമ്മച്ചിയാണ് സത്യം. ആ അമ്മച്ചീരെ കാര്യം പറഞ്ഞില്ല. അതാണ്ട് അമ്മാവൻ വരണ്ടു. നമസ്തേ ശരണ്യേ ശിവേ സാനുകമ്പേ നമസ്തേ ജഗദ്വ്യാപികേ വിശ്വരൂപേ നമസ്തേ ജഗദ്വന്ദ്യ പാദാരവിന്ദേ നമസ്തേ എന്താ മക്കളെ പ്രശ്നം? എന്തിനാണ് പ്രശ്നം? എന്തൊരു പ്രശ്നം? അമ്മാവ, ഞങ്ങൾ തമ്മിലൊരു സ്വരച്ചേർച്ചയില്ലായ്മ. എടാ, അതെങ്ങനെ ചേരും? നിനക്കാണിന്റെ സ്വരവും നമുക്ക് പെണ്ണിന്റെ സ്വരവും അല്ലേ? അതൊരിക്കലും ചേരത്തില്ല. അതിനെ കൊണ്ട് എനിക്ക് ഒന്നും പറ്റത്തില്ല മോനെ. 12 കൊല്ലമായില്ലേ അമ്മായി നാട് വിട്ടു പോയിട്ട്? അതെ, ഇതാണ് കാരണം. എന്റെ പൊന്നമ്മാവ, അഭിപ്രായ വ്യത്യാസം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ എന്നും വഴക്കാണ്. അസത്യം.
അമ്മ സത്യമൊക്കെ പറയുവോ? ഞാൻ സത്യം പറയുമെന്നോ? പണ്ട് ഞാൻ പറയുന്ന സത്യം കേട്ട് എത്ര പല്ലിന്നറിയുമോ ചെലുത്തി തൊളിച്ച് തൊണ്ട പൊട്ടി ചത്തുപോയത്. ഒരു പഞ്ചായത്തിൽ പല്ലികൾക്ക് വംശനാശ ഭീഷണി നേരിടുന്നു എന്നും പറഞ്ഞ് പഞ്ചായത്തുകാരെല്ലാരും കൂടെ ഞാൻ സത്യം പറയുന്നത് അങ്ങ് വിലക്കി. ഇത്രയും ചലച്ചിട്ട് ഇങ്ങനെ തൊണ്ട പൊട്ടി ചത്തില്ലല്ലോ. അല്ല പല്ലി എന്റെ അമ്മാവെ യഥാർത്ഥ പ്രശ്നം എന്നാന്ന് നോക്ക്. എടാ ആദ്യം നിന്റെ പ്രശ്നം ഒന്നൊന്ന് പറ. ഇവളുടെ അടുത്ത് ഇച്ചിരി ചായ ചോദിച്ചാൽ ചൂടായിരിക്കും. ചായ ചോദിച്ചാ ചൂടാക്കി തരുന്നൊക്കെ ഒരു പ്രശ്നമാണോ? എടാ ചായ ചൂടാറ്റാണ് കുടിക്കേണ്ടത്. നിനക്ക് തണുത്ത ചായ ആണോ ഇഷ്ടം? ചായ ചൂടാവുന്നല്ല, ഇവള് എന്നോട് ചൂടാവുമെന്ന്. എന്റെ മനുഷ്യന്റെ മാറ്റാത്തിരിക്കണം. നിങ്ങൾ കേൾക്ക. നിങ്ങൾ എന്തോന്ന് ഭാവിച്ചാണ് ഈ പറയണത്? എന്ത് പറഞ്ഞാലും എന്റെ മെക്കിട്ടൻ കയറിക്കോളും. എന്റെ അമ്മാവൻ അറിഞ്ഞൂടാത്തോണ്ടാണ്. അമ്മാവൻ വന്നെന്ന് പറഞ്ഞോണ്ട് എന്റെ മെക്കിട്ട് കയറോണ്ട് അടിച്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചായ എന്ന് കഴിഞ്ഞാൽ ഒരു അക്ഷരം പോലും ഞാൻ വിട്ടൂല. അങ്ങനെ പോയി കൊടുക്കും. ഞാൻ ചെയ്യണത് 8 കൊല്ലമായിട്ട് ഞാനിത് സഹിക്കുക. ആ പ്രശ്നം ഒന്ന് നോക്കാവോ അതെടുത്ത്? ഓക്കെ. സ്വന്തമായിട്ട് ഇക്കിളി ഇട്ടിരിക്കുന്ന ആ സമയം കൊണ്ട് 2 കൗണ്ടർ വരണമെങ്കിൽ തോണ്ട അവരൂടെ ചിരിച്ചേനെ. അയ്യോ അതല്ല, ഞാനൊന്ന് ലക്ഷണോ എന്നാണല്ലോ. പിന്നെ മൂടണം, ആ കിണറ് മൂടണം. കിണറ് മൂടാനാ? അതൊന്നും പറ്റത്തില്ല. കിണറ് മൂടാൻ പറ്റത്തില്ല. ഇവിടുത്തെ കിണറ് മൂടാൻ പറ്റത്തില്ല. ആദ്യം മൂടേണ്ടത് കിണറല്ല, നിന്റെ വായാണ് ആദ്യം മൂടി വൈ. അപ്പൊ എന്തിനാണ് കിണറ് മൂടണത്? എന്തിനാണെന്നോ? കുടുംബത്തിന്റെ സ്ഥാനം ശരിയല്ല. സത്യം, ഞാൻ എന്നും അങ്ങനെ ആലോചിക്കും. നിങ്ങൾ എങ്ങനെ എന്റെ അമ്മാവന്റെ സ്ഥാനത്ത് വന്ന്? സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ അമ്മാവന് ഒരു യോഗ്യതയില്ല. പിന്നെ ഇത് എങ്ങനെ എന്റെ അമ്മാവനായി? എന്റെ സ്ഥാനത്തിന്റെ കാര്യമല്ല, ആ കിണറിന്റെ സ്ഥാനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ സ്ഥാനം ശരിയല്ല. ആ കിണറ് മൂടണം. ആ കിണർ മൂടാൻ പറ്റത്തില്ല. അതെന്റെ അപ്പൂപ്പൻ കുത്തിയ കിണറാ. ആ കിണർ മൂടാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിന്റെ അപ്പൂപ്പൻ കുത്തിയ കിണറാണെങ്കിലും ആര് കുത്തിയ കിണറാണെങ്കിലും ആ കിണർ അവിടെ എന്നാ ദോഷമാ. എന്റെ അമ്മാവ, ആ കിണറിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. നമ്മളൊരു കഥ എഴുതി ആ കിണറിന്റെ പിന്നിലൊന്നും കൊണ്ട് വയ്ക്കരുത്. അലമാരക്കത്ത് സൂക്ഷിച്ചു വെക്കണം. ഞാൻ സ്ക്രിപ്റ്റ് എഴുതി കിണറിന്റെ പിന്നിൽ കൊണ്ട് ഇട്ടാന്നല്ല, ആ കിണർ പണിഞ്ഞതിന്റെ പിന്നിലൊരു കഥയുണ്ടെന്ന്. അതായത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ പറമ്പിൽ നിധി വെച്ചിരുന്നു. ഈ വിവരം പറഞ്ഞ അപ്പൂപ്പൻ നിധി എടുക്കാൻ വേണ്ടി കുഴിച്ചു കുളഞ്ഞു. അങ്ങനെ കുഴിച്ചു ഒരാൾ ഇവിടെ കിണർ കുഴിക്കുമ്പോഴാണോ 2 പേര് മാറി കോക്കാൻ ബീച്ച് കാണിക്കുന്നത്? ഒന്ന് സഹായിക്കെങ്കിലും ചെയ്തൂടെ? കുഴിച്ചു പോയപ്പോഴത്തേക്കും വെള്ളം കിട്ടി. അങ്ങനെ അതൊരു കിണറായി. കുടിച്ചു പോയപ്പോ വെള്ളം കണ്ടപ്പോ അതങ്ങ് കിണറാക്കി. അത് കണ്ടുപിടിച്ചത് അവന്റെ മുത്തച്ഛൻ. എടോ, ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൊണ്ടുവച്ച നിധി എന്ത് ചെയ്ത്? ബ്രിട്ടീഷുകാര് കാലത്ത് വെച്ചിട്ട് അവര് വൈകുന്നേരം നിധി എടുത്തോണ്ട് പോയി. ഇതൊന്നും അറിയാതെ അപ്പൂപ്പ കുഴിച്ചോടങ്ങിരുന്ന് അങ്ങനെ ഈ പറമ്പ് മൊത്തം കുഴിച്ച്. നിന്റെ അപ്പൂപ്പൻ എന്ത് സംഭവിച്ചു? അവിടെ ഒരു മാവ് കാണുന്ന കണ്ടോ? അതിന്റെ അടിയിലൊരു കുഴിയുണ്ട്. അവിടെ അപ്പൂപ്പൻ ഇപ്പം അടിപൊളി. മാമൻ ഇവിടെ അപ്പൂപ്പന്റെ കഥ കേൾക്കുമ്പോഴാണ് പ്രശ്നം എന്താ നോക്ക്. ആ ഓക്കെ. ഞാനത് കാണുന്നു. ഞാനും കാണുന്നു. എന്താന്ന്? അമ്മാവനും മരുമനും കൂടെ ഇവിടെ കിടന്ന് കാണിക്കണ കോപ്രായം. അയ്യോ, കോപ്രായമല്ല. ആ കിണറിനകത്ത് നിറയെ വീട്ടുപകരണങ്ങളാണല്ലോ. അമ്മാമ, അമ്മയും ആരകല്ലും അല്ലേ? അതെ. മിക്സി മേടിക്കാൻ വേണ്ടി എവിടെ എടുത്ത് കണക്കിട്ടോ? അടിപൊളി. അവിടെ ഒരു ഒലക്കയും കൂടെ കിടക്കുന്നുണ്ടല്ലോ. അത് എന്റെ അടുത്ത് കിട്ടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തിട്ടതാ. കൊള്ളാം, അടിപൊളി. അമ്മാവ, കഴിഞ്ഞ ദിവസങ്ങൾ 50,000 ചിട്ടി പിടിച്ച് എന്നിട്ട് എന്നോട് അക്ഷരം പോലും പറഞ്ഞില്ല. ആണോ? അതിനൊരു പ്രതിവിധി ഉണ്ട്. അതിനൊരു ഹോമം നടത്തിയാൽ മതി. നടത്താം. പക്ഷെ 45,000 രൂപ അടുത്ത് ചെലവ് വരും. അമ്മാവാ, ആ ചിട്ടി പൈസ 50,000 രൂപയില്ലേ, ഞാൻ അത് ബാങ്കിൽ കൊണ്ടങ്ങ് അടച്ചു. അപ്പൊ ആ മോഹം നടക്കില്ല. ആ ഹോമം നടക്കില്ലെന്ന്. പിന്നെ ചിട്ടി എങ്ങാനും പിടിക്കുന്നുണ്ടല്ലേ, ഒരു 10 രൂപ വീട്ടിൽ വച്ചിട്ട് വേണം കൊണ്ടിടാൻ. എപ്പോഴാ അമ്മാവൻ വരാന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോഴാ അസുഖം വരാന്ന് പറയാൻ പറ്റില്ല. ചിലവാക്കണ്ടേ? എന്ത് വാടോ ഇങ്ങനെ? എന്റെ പൊന്നമ്മാവ, ഇവിടെ ഇതൊന്നും അല്ല വിഷയം. പിന്നെ വീട്ടിലെ ചായ വെക്കാൻ വെള്ളം എടുത്തു കഴിഞ്ഞാ തേയില കാണും. ഇതിരി അഴി അടുപ്പത്തിടാന്ന് വെച്ച് കഴിഞ്ഞാ അരി കാണും. ഇതിരി കറി ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാ വെജിറ്റബിൾസ്, ഇറച്ചി, ചിക്കൻ, മുട്ട, ഈ വരെ കാര്യങ്ങളെ കാണൂല.
ഞാൻ പറഞ്ഞില്ല ഇത് എന്താണ് ദോഷമാണമ്മാവാ. അയ്യോ ഇത് ദോഷം കൊണ്ടൊന്നുമല്ല. ഈ വക കാര്യങ്ങളൊക്കെ വീട്ടിൽ കാണണമെങ്കിൽ ഗ്രഹനാഥൻ അതായത് നീ ജോലിക്ക് പോണം. ഇതിനൊരൊറ്റ പ്രതിവിധിയേ ഉള്ളൂ. എന്താണമ്മാവാ? യവനെ അങ്ങ് ഡിവോഴ്സ് ചെയ്ത് കളയടി. എടി നിനക്ക് നാണമുണ്ടോ? ജോലിക്കും കൂലിക്കും പോകാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന എവനൊക്കെ ചെലവിന് കൊടുക്കാൻ നീ നിന്റെ വീട്ടിൽ പോയി സുഖമായിട്ട് അങ്ങ് ജീവിക്കടി. അമ്മാവാ നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന് ഒരു നല്ല കൈയടി ആവാം. മണിക്കുട്ടണ്ണ മക്കളെ, ദോ. വളരെ കൃത്യതയുള്ള ഒരു അവതരണവും വളരെ വ്യക്തതയുള്ള ഒരു ആക്ടിങ്ങും പ്രകടനവുമായിരുന്നു. Thank you, thanks. ഈ സ്കിറ്റിന്റെ ഏറ്റവും എടുത്തു വരേണ്ട ചിരിക്കാനുള്ള മുഹൂർത്തങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ആക്ടിങ്ങും നിങ്ങളുടെ ഈ അവതരണമായിരുന്നു. കാരണം വേറെ ക്ലംസിനെസ് ഒന്നുമില്ലായിരുന്നു. തന്ന കാര്യങ്ങൾ മനോഹരമായിട്ട്, തന്ന കഥാപാത്രങ്ങളെ മനോഹരമായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങളിത് എൻജോയ് ചെയ്തു. എനിവേ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു. താങ്ക് യു. നസീർക്ക നന്നായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് നല്ല സ്ക്രിപ്റ്റ് കിട്ടിയാൽ നിങ്ങൾ നല്ലപോലെ ചെയ്യും. ഇത് കുഴപ്പമില്ലാത്തൊരു സ്ക്രിപ്റ്റായിരുന്നു. ചെറിയൊരു കുഞ്ഞ് സ്ക്രിപ്റ്റ്, ഒരുപാട് വലിയ കഥകളൊന്നും ഉള്ളതല്ല. എങ്കിലും ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു ചെറിയ സ്ക്രിപ്റ്റ് കിട്ടിയാൽ നിങ്ങൾ മൂന്നുപേരും അത് മനോഹരമാക്കി ചെയ്തു. പിന്നെ ജോത്സ്യൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ജോത്സ്യൻ്റെതായ ചില ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാര്യം അമ്മാവനാണെങ്കിൽ പോലും പുള്ളിയുടെ കുറെ ചേഷ്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വെച്ചിരുന്നെങ്കിൽ അത് വേറൊരു തലത്തിലേക്ക് മാറി ഇന്നേനെ. കുഴപ്പമില്ല. എങ്കിലും നിങ്ങളെ കൊണ്ട്, പിള്ളേരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ മൂന്ന് പേരും നല്ല വൃത്തിയായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് വൈഫ് നല്ലതായിരുന്നു കേട്ടോ. മൂന്ന് പേരും വിടും. നീ നന്നായിരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ടിനി ചേട്ടാ ദേവി, ഈ നൈറ്റ് എവിടെന്നാ മേടിച്ചത്? ഇവിടത്തെ കോസ്റ്റ്യൂം റൂം. തയ്ച്ചാണാ? ഇത്രയും ചെറിയ നൈറ്റി ആദ്യമായിട്ട് കാണുന്നുണ്ട് അല്ലേ? നല്ല കളർ ഇറക്കിക്കുന്നല്ലേ? ക്യൂട്ട് നൈറ്റി, നല്ല ക്യൂട്ട് ദേവി. സൈന്ധവേ, ദോ. ആ അവന് ആ മീശാരൻ അവന് പൊക്കാൻ പറ്റുള്ള മുഖം ഇങ്ങനെ വീണ് പോണ ഇടക്ക്. വായിക്കാത്ത കയറുന്നുണ്ട്. ആ അതന്നെ, ഇത്രയൊന്നും ബാലവേല ചെയ്യിപ്പിക്കരുത്. കാരണം ഈ മീശ പൊക്കിക്കൊണ്ട് കിടക്കുന്ന ഒരു വേലയാണ്. പിന്നെ ജോത്സ്യ, എന്തോ ശരിക്കും ഈ ഇത്ര ഉള്ളൊരു ജോത്സ്യനെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. കാരണം പുള്ളിയുടെ ജാതകം തന്നെ വർക്കൗട്ടായി തുടങ്ങിയിട്ടില്ല, അതിനുള്ള പ്രായമായിട്ടുള്ളൂ. അപ്പോൾ വലിയ മൂത്ത ആൾക്കാരുടെ ജാതകം എഴുതാൻ വേണ്ടി നടക്കുകയാണ്. പക്ഷെ നല്ല വേഷപ്പകർച്ച, നല്ല ചേർച്ചയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്ലാഷ് ഒന്നും വന്നില്ല. ഒരു തവണ വന്നപ്പോൾ വളരെ ബുദ്ധിപൂർവ്വം ദേവി പറയുകയും ചെയ്ത്, ഞാൻ പറഞ്ഞ് തീർന്നിട്ട് പറ എന്ന് പറഞ്ഞ് മനസ്സിൽ. അതാണ് നല്ല സെൻസിബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ അത് പറ്റുള്ളൂ. മോളൊക്കെ ആ ലെവലിൽ എത്തിയെന്നുള്ളതാണ്. എടാ നന്നായി. താങ്ക് യു. താങ്ക് യു ടിനി ചേട്ടാ. അപ്പം നമുക്ക് മാർക്സ് കൊടുക്കാം. ഞാൻ കൊടുക്കാം ആദ്യം. ആ. ഞാനൊരു 7000 രൂപ കൊടുക്കാം. 7,000 രൂപ. ഓക്കെ. രണ്ടാമത് ആരാണ്? ടിനി ചേട്ടാ. ഞാനൊരു 10,000. ഓ, 17,000 രൂപ. മണിക്കൂർ അയച്ചോ? എന്റെ പിടിച്ചു. ടോട്ടൽ എമൗണ്ട് 30,000 രൂപ. ഓക്കെ, നല്ല എമൗണ്ട് ആണ്. ഉഷാറായിട്ട് ഇങ്ങനെ പോട്ടെ. ഉഷാറാവട്ടെ കേട്ടോ. എന്റെ ഒന്ന് നോക്കണ സമയം പോലെ കേട്ടോ. ഓക്കെ. നമ്മളിവിടെ ഒരു മറ്റൊരു ഡാൻസർ ആണെങ്കിൽ ഡാൻസ് ചെയ്യിപ്പിക്കാറുണ്ട്, പാട്ടുകാരാണെങ്കിൽ പാട്ട് ചെയ്യിപ്പിക്കാറുണ്ട്, ഡോക്ടറാണ് വരുന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്, ഓട്ടക്കാരാണെങ്കിൽ പിടിച്ച് ഓടിപ്പിക്കാറുണ്ട്, ഓപ്പറേഷൻ ചെയ്യിപ്പിക്കും. ചെയ്ത് കാണിപ്പിക്കും. അപ്പൊ എന്തായാലും ജ്യോതിഷ രംഗത്ത് തിളങ്ങുന്ന ഒരാളായതുകൊണ്ട് എന്റെ നക്ഷത്രം പൂയാണ്. എന്താണ് എന്റെ അവസ്ഥ? ഒന്ന് ഒറ്റ വാക്കി സത്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യത്തെ പറ്റി എന്നോട് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. പറഞ്ഞുതരും. ഈ ഇതിനകത്ത് ഞാൻ പണ്ടൊരു ചാനലിൽ ഒരു ഷൂട്ടിന് വന്ന് കൊച്ചിയിലൊരു ഹോട്ടലിൽ താമസിക്കുകയാണ്. അപ്പോൾ രാവിലെ ആയപ്പോൾ എനിക്ക് അതികഠിനമായ വയറുവേദന വന്നു, ഭയങ്കര സഹിക്കാൻ പറ്റാതെ. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലാവുന്നത് കിഡ്നി സ്റ്റോൺ ആകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായി. കാരണം പ്രോപ്പറായിട്ട് ആഹാരം കഴിക്കുമായിരുന്നില്ല, വെള്ളം കുടിക്കുമായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇത് സഹിക്കാൻ പറ്റാതെ വന്നപ്പം ഡ്രൈവ് ചെയ്ത് കൊച്ചിയിലൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്നും നോക്കാതെ പാർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് ചെന്നിട്ട്, ഡോക്ടറെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, വയറുവേദന ഭയങ്കരമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കാഷ്വാലിറ്റിയിലോട്ട് കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കിടന്നപ്പോൾ ഒരു സിസ്റ്റർ പ്രഷർ അപ്പാരറ്റസുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കൈ ചുറ്റിയിട്ട് സിസ്റ്റർ ചോദിച്ചു, നിങ്ങൾ മറ്റേ ജോത്സ്യൻ ഹരി പത്തനാപുരം അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു അതെ അതെ അതെ, ഭയങ്കര വേദനയാണ്. അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിക്കുക, അതെ ഇപ്പൊ ഈ ചോദ്യം നാളിന് എങ്ങനെ ഉണ്ടെന്ന്. സിസ്റ്ററെ, ഞാൻ മരിക്കുമോ ജീവിക്കുമോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഇത് ജ്യോതിഷത്തിൽ നമുക്കൊരു കാര്യം പറയണമെങ്കിൽ പൂയ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുന്നതല്ല. അതിൻ്റെതായ ഒരു നിയമമുണ്ട്. അതായത് ഒരാളുടെ ജനന വർഷം, ജനന മാസം, ജനന തീയതി, ജനിച്ച സ്ഥലം, സമയം, ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് പറയാൻ പറ്റുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, നേരത്തെ കാണുമ്പോഴേ ഇത് എനിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. ഉച്ചക്ക് കഴിച്ചത് എന്താണെന്ന് പറയാൻ പറ്റുമോ? ടേസ്റ്റി മീൻകറി ഉണ്ടാവും,
ചിലപ്പോ ചിക്കന്റെ ഒരു പോർഷൻ ഉണ്ടാവും, Correct. നല്ല ചോറുണ്ടാവും, Correct. നല്ല ചപ്പാത്തി ഉണ്ടാവും, Correct. നല്ലൊരു തോരൻ ഉണ്ടാവും, Yeah. പിന്നെന്തോ ഒരു ചട്നി, നല്ല വെളുത്ത ഇതൊക്കെയുള്ള ഒരു അതെ, അതെ. സാധനം. ഇത് ജ്യോതിഷമല്ല, ഞാൻ എപ്പോഴും വന്ന് ഇവിടുന്ന് കഴിക്കില്ല. ഹരിച്ചേട്ടാ, എനിക്ക് തോന്നുന്നു ഈ പറയുന്ന 2K കിഡ്സ് ആയിട്ട് കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ജോത്സനല്ല, അവരുടെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് ഹരിച്ചേട്ടനെ കാണുന്നത്. കാരണം ഹരിച്ചേട്ടൻ ചില വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻസ് ഇത് നമ്മുടെ ബ്രോയാണ്. അപ്പം പണ്ട് ഈ പറയുന്ന പോലെ ഞങ്ങൾ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ കട്ടിലിരുന്ന് കാലാട്ടരുത്, അപ്പോൾ അത് അച്ഛന് ദോഷം വരും, ഒരു അങ്ങനെ പറഞ്ഞു പോയ കുറേ നമ്മൾ പാലിച്ചു വന്ന അല്ലെങ്കിൽ ശീലിച്ചു വന്നിട്ടുള്ള കുറേ അന്ധവിശ്വാസങ്ങളോ അല്ലെങ്കിലുള്ള കാര്യങ്ങളോ ഉണ്ട്. അതിനെ ആദ്യമായി ബ്രേക്ക് ചെയ്ത് കണ്ടത് ചേട്ടനായിരുന്നു. അപ്പോൾ അതെന്തായാലും ചേട്ടൻ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള ശീലങ്ങൾ തുടർന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ വഴിതെറ്റി ബാക്കിയുള്ള അടുത്ത തലമുറയിൽ നിന്നും മാറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നൊരു ഇനിഷ്യേറ്റീവ് എടുത്ത ആദ്യത്തെ ഒരു ജോത്സ്യനോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ടായിട്ട് നിന്ന ചേട്ടനാണ്. ഇത് ഇങ്ങനെ പറയുന്ന ഒരു ആദ്യത്തെ ജോത്സ്യം ഞാനല്ല, പക്ഷെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരാൾ എന്നുള്ളതില്ല. കാരണം ഇതിലൊരു സംഘടിതമായ ആക്രമണമൊക്കെ വരും. കുറെ കാലമായി വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യം അതല്ല എന്ന് പറയും. ഈ കാലാട്ടുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ലോജിക്കലി ഇപ്പൊ താഴെ കോളാമ്പി ഇരിക്കുന്നതുകൊണ്ടാണെന്ന് പറയാം. എന്നാൽ ഈ ആയില്യം നക്ഷത്രത്തിന് അയൽദോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചാൽ തൊട്ടടുത്ത വീട്ടിൽ മുള വയ്ക്കുക, മലവാഴ വയ്ക്കുക, ആയില്യം കൊല്ലി എന്ന വൃക്ഷം വയ്ക്കുക, ഈ കുഞ്ഞാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് ധരിക്കുക. അടുത്ത ദിവസം മുതൽ ജീവിതത്തിൽ എന്തുണ്ടായാലും ആ കുഞ്ഞാണ് പ്രശ്നം എന്ന് പറയുക. അങ്ങനെ ഒരു വിശ്വാസം ആളുകൾക്കിടയിലുണ്ട്. അതിൽ ജാതിയും മതമൊന്നുമില്ല. എല്ലാ ആളുകളും വിശ്വസിക്കുന്നു ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ അയൽദോഷികളാണെന്ന്. പലരും ആയില്യം നക്ഷത്രമാണെന്ന് പരസ്യമായിട്ട് പറയാൻ പോലും മടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, എനിക്കറിയാം. പക്ഷെ അത് ജ്യോതിഷമല്ല. ജ്യോതിഷത്തിലെ ഒരു ഗ്രന്ഥത്തിൽ പോലും ആയില്യം നക്ഷത്രത്തിന് അയൽദോഷം എന്നൊരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ഈ റിയാലിറ്റിയാണ് ഞാൻ തുറന്നു പറയുന്നത്. പിന്നെ ഈ ചെറുപ്പക്കാർ പിള്ളേരുടെ കാര്യത്തിൽ ഇപ്പൊ പ്രണയിച്ചിട്ട് പൊരുത്തം നോക്കുക, ഞാൻ അതിനെ ഭയങ്കരമായിട്ട് എതിർക്കുന്ന ഒരാളാണ്. കാരണം നമുക്കൊരു പെൺകുട്ടിയോടോ ഒരു പയ്യനോടോ ഒരു ഇഷ്ടം തോന്നിയാൽ നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ തരൂ, പ്രണയിക്കാന്ന് പറഞ്ഞ് പ്രണയിക്കാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾ പൊരുത്തത്തിൽ വിശ്വസിച്ച് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പിന്നെ പ്രണയിക്കാൻ പോകരുത്. കാരണം നിങ്ങൾ സമാധാനമായിട്ട് അവരുടെ ജാതകമൊക്കെ മേടിച്ചിട്ട് ഇപ്പൊ തേക്കാൻ വേണ്ടി പൊരുത്തം നോക്കാറുണ്ട്. കാരണം സീരിയസ്ലി പറയാണ്, എന്റെ പണ്ട് ഏറ്റവും വൈറലായ കാരണം ഇതിന്റെ മേളിൽ വെക്കാൻ അല്ലേ, ഏറ്റവും വൈറലായ ഒരു പണ്ടത്തെ ഒരു എപ്പിസോഡ് ഉണ്ട്. അതില് ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ ഒഴിവാക്കണം. അപ്പൊ അവൻ അയക്കുന്ന കത്തിൽ ചേട്ടാ ഇത് ചേരത്തില്ലെന്നൊന്ന് പറയണേ എന്നും പറഞ്ഞിട്ട് കത്തയക്കുന്നത്. കാരണം അവൻ ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥയിലെത്തി. ഈ കുട്ടി ഒരു മാല പണയം വെക്കാൻ കൊടുത്താണ്, അത് വെച്ച് ഇവൻ ഗൾഫിൽ പോയി രക്ഷപ്പെട്ടു. അപ്പൊ ഇവനെ ഒഴിവാക്കണമെങ്കിൽ ഏക പറ്റുന്നൊരു മാർഗം ഒരു വിശ്വാസിയോടാണെങ്കിൽ ഇത് നടന്നാൽ മരിച്ചു പോവും എന്ന് പറയുന്നതാണ്. അപ്പൊ അതിനെ ഞാൻ ബ്രേക്ക് ചെയ്തു. ജ്യോതിഷം വിശ്വസിക്കുന്നവരാണ് പിന്നെ പ്രണയിക്കാൻ പോകണ്ട, പ്രണയിച്ചിട്ട് പൊരുത്തം നോക്കരുത്. ഞാൻ മാതൃക കാട്ടിയത്, ഞാൻ പ്രണയിച്ച് കല്യാണം കഴിച്ച ആളാണ്. എൻ്റെ വൈഫ് ഭരണിയും ഞാൻ ഉത്രട്ടാതി നക്ഷത്രമാണ്. അപ്പം നമുക്ക് പ്രണയിക്കുമ്പോൾ നിന്റെ നാളെന്താ എന്നൊന്നും നോക്കാൻ പറ്റില്ല. പ്രണയിച്ചു, കല്യാണത്തിലേക്ക് അടുത്തപ്പോൾ എൻ്റെ അച്ഛൻ വലിയൊരു അറിയപ്പെടുന്ന ജ്യോതിഷനാണ്. ഞങ്ങൾ ട്രഡീഷണൽ ആസ്ട്രോളജി കുടുംബമാണ്. അച്ഛനും അപ്പൂപ്പനും എല്ലാം ജ്യോതിഷന്മാരാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ എടാ ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് കല്യാണം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനന്ന് എൻ്റെ കല്യാണം നടത്താൻ വേണ്ടി ഞാൻ താളിയോലകളൊക്കെ തപ്പി ഒരു പദ്യം കണ്ടുപിടിച്ചു. ഗണ്ടാന്താൽ സമനാടികം മെരിഭവേ വേദസ്തു ദുർമൃത്യുതു തത്തത് മധ്യമരഞ്ജു വച്ച മൃതിദാ താരാദ്വയം പുംശ്രിയോ ഗണ്ണാന്തന്തു യദന്തരാളമുഭയോ മൂലേന്ദ്രയോ രശ്വനി രേവത്യോ പിതൃസാർപ്പയോ ച ഭവിത സന്ധിത്രയോ ജാതകേ എന്നൊരു പദ്യം. ഒന്നും മനസ്സിലായില്ലല്ലോ. എങ്ങനെയാണോ ഒരു പ്രശ്നമുണ്ടത് അത് പരിഹരിക്കാൻ തക്കുന്ന കാര്യങ്ങളും ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ റിയാലിറ്റി വിളിച്ചു പറയുന്നു എന്നുള്ളതേ ഉള്ളത്. പണ്ടും ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ മടി കാണിക്കും. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറയുമ്പോൾ നിനക്കിതൊന്നും അറിയത്തില്ല, നീ പറയുന്ന പോലല്ല എന്ന് പറയും. പിന്നെ ഞാനിതൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഞാൻ ടിനിച്ചേട്ടൻ്റെ കൂട്ടാണ്. പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കാം നമ്മൾ പറയാനുള്ളത്. അല്ല ഒരു ഒറ്റ സംശയം ചോദിച്ചോട്ടെ. സംശയമല്ല, ഞാൻ കേട്ടതാണ്. യമരാജൻ്റെ പറ്റിയ ഒരു വീട്ടിൽ വെച്ച് ദണ്ട് വെച്ച് മറന്നുപോയ ഒരു കഥയുണ്ടല്ലോ. ഒരു അമ്മയാണ്, അവരോട് ഞാനിപ്പോഴും കോൺടാക്ട് ഉണ്ട്. ഖത്തറിലാണ് ആ അമ്മ, പ്രസന്ന എന്നാണ് ആ അമ്മയുടെ പേര്. അവര് ആദ്യം എനിക്ക് അറിയത്തില്ലായിരുന്നു ഒരു പബ്ലിക്കലി പറയാൻ റെഡിയാണെന്ന്, പക്ഷെ അവർ പറയാനും റെഡിയാണ്. ഇവര് ഖത്തറിൽ ഫാമിലിയായിട്ട് താമസിക്കുകയാണ്. അമ്മയും ഭർത്താവ് 4 മക്കള്, നല്ല പാടുന്ന പിള്ളേരൊക്കെയാണ്. അവിടെ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് അവർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഖത്തറിൽ. അപ്പോൾ ഭർത്താവ് പെട്ടെന്ന് മരിച്ചുപോയി. ഇവരങ്ങനെ ചെന്നിട്ട് ഒരു ആസ്ട്രോളജറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, യമൻ ഈ ആത്മാവ് കൊണ്ടുപോകാൻ വന്നപ്പോൾ യമൻ്റെ ദണ്ട് അവിടെ മറന്നു വെച്ചു, ഇനി ദണ്ട് എടുക്കാൻ വരുമ്പം ഒരാളെയും കൂടെ കൊണ്ടുപോകുന്നു. നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് ലോജിക്കില്ലായ്മയാണെന്ന്. പക്ഷെ ഒരു അമ്മയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വൈകാരികമായ അടുപ്പം മക്കളോടാണ്. മക്കൾക്ക് എന്തെങ്കിലും പറ്റും എന്നൊരമ്മയോട് പറഞ്ഞാൽ, ഒരുപക്ഷെ അച്ഛൻ ചിലപ്പോൾ കുറച്ചുകൂടെ ചിന്തിക്കുമായിരിക്കും, പക്ഷെ ഒരു അമ്മയെ സംബന്ധിച്ച് മക്കൾക്ക് എന്തെങ്കിലും പറ്റും എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ഒരു ഇൻ്റലക്ച്വൽ ചിന്ത അവർക്ക് വരത്തില്ല. അവർ പക്ക ഇമോഷണലായിരിക്കും. അവരപ്പോൾ എൻ്റെ മകനൊന്നും സംഭവിക്കരുത് അല്ലെങ്കിൽ എൻ്റെ മകൾക്കൊന്നും സംഭവിക്കരുത് എന്ന് ചിന്തിക്കും. ഇതെല്ലാവരും പറയുന്നതല്ല. ഇതിനെ കച്ചവടവൽക്കരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ പറയുമ്പോൾ ഞാനതിനെ എതിർത്ത് പറയും. ചേട്ടാ ഇതുപോലെ എത്രയോ രസകരമായ അനുഭവങ്ങളാണ് ഓരോ ദിവസവും കേൾക്കുന്നത്. ഞാനിപ്പം ഇവർ വന്ന് സ്കിറ്റ് കളിക്കുമ്പോഴും
ഇത്തരത്തിലുള്ള രസകരമായതും വേദന ഉണ്ടാക്കുന്നതുമായ ഒരുപാട് അനുഭവങ്ങൾ ദിവസം കേൾക്കുന്നതാണ്. ഒരു സംഭവം കൂടെ പറയാം, മതി കോമഡി പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. ഒരു ഭാര്യയും ഭർത്താവും വരുന്നു. ഭർത്താവ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്, ഒരു പട്ടാളക്കാരനാണ്, റിട്ടയർഡ് ആണ്. അയാൾ വളരെ ഗൗരവമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരാൾ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വരും, ഇങ്ങനെ നോക്കി കാര്യങ്ങളൊക്കെ പറയാനും നോക്കിക്കാനും ഒക്കെ ആയിട്ട് വരും. മക്കളൊക്കെ പുറത്തു പോയി, ഇവർ രണ്ടുപേരും മാത്രമാണ് വീട്ടിൽ. അങ്ങനെ വന്നപ്പോൾ ഈ ഭർത്താവിന് പെട്ടെന്ന് ഫോൺ വന്ന് പുറത്തോട്ട് പോയപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, ഹരി, ചേട്ടൻ എന്നോടൊരു സ്നേഹമൊന്നും കാണിക്കുന്നില്ല, ഭയങ്കര രൂക്ഷമായിട്ടാണ് പെരുമാറുന്നത്, പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെട്ടിട്ടൊക്കെ സംസാരിക്കുന്നു, ഹരി ഒന്ന് പറയണം, ഹരി പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞു. ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഞാനോ അല്ലെങ്കിൽ വേറൊരു ആസ്ട്രോളജറോ എന്ത് പറഞ്ഞാലും ആളുകൾ കേൾക്കും. കാരണം അതൊരു വിശ്വാസത്തിൻ്റെ കാര്യമാണ്. പിന്നെ ഞാൻ കുറച്ചുകൂടി അവരുടെ ഇൻറ്റിമസിയോടെ സംസാരിക്കും. ചേട്ടൻ വന്നപ്പോൾ ഞാൻ നോക്കിയതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, ചേട്ടൻ ഇപ്പം ചേച്ചിയോട് അത്ര സ്നേഹമൊന്നും കാണിക്കുന്നില്ലല്ലോ, അത് കുറച്ചുകൂടെയൊക്കെ സ്നേഹം കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി, ഹേയ് ഞാൻ കാണിക്കുന്നുണ്ട് ഇല്ലോടി എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് പറയാൻ പറ്റില്ലല്ലോ, അവർ പറഞ്ഞാൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് ജ്യോതിഷത്തിലൂടെ മനസ്സിലാവുന്നത് ചേട്ടൻ അങ്ങനെ സ്നേഹമില്ല, കുറച്ചുകൂടെ സ്നേഹിക്കണം, ചേച്ചിയെ കുറച്ചുകൂടെ കരുതണം, ചേച്ചിയും ചേട്ടനും മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു പോയി. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും വന്നു മറ്റെന്തോ ഒരു ആവശ്യത്തിന്. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ എങ്ങനെയുണ്ട് ഇപ്പോൾ ചേച്ചി, സ്നേഹമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ചേച്ചി ഒരു ചമ്മിയെ ചിരിച്ചു. അപ്പോൾ ചേട്ടൻ ഇല്ലേടി. അപ്പോൾ അവർ പറഞ്ഞാൽ ഉണ്ടത്, അവർക്ക് അങ്ങനെ പറയാൻ പറ്റൂ, ഇദ്ദേഹത്തെ പേടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെയല്ല, ചേട്ടൻ കുറച്ചുകൂടെ ഒന്ന് ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വിട്ടു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ ചേട്ടൻ ഒറ്റയ്ക്ക് എന്നെ കാണാൻ വന്നു. അത് ആകെ വെപ്രാളപ്പെട്ട് വല്ലാതെ മാനസികമായ ഒരു തകർച്ചയിലാണെന്ന് മനസ്സിലായി. എന്താ കാര്യം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഹരി, അവൾക്ക് സ്ട്രോക്കായി, ഭാര്യ സ്ട്രോക്ക് വന്നു, മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. ഹരി, അവളില്ലാത്ത ഇപ്പോഴാണ് ഞാൻ അവളില്ലാത്തതിൻ്റെ ഒരു ശൂന്യത മനസ്സിലാകുന്നത്. എനിക്ക് എൻ്റെ ഡ്രസ്സ് എവിടെയാണ് തേച്ച് വെച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല, കാപ്പിപ്പൊടി എവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല, എവിടെയാണ് വസ്ത്രം കഴുകുന്നത് എന്ന് എനിക്കറിയില്ല, എൻ്റെ ചെരുപ്പ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ വലിയ ശൂന്യതയാണ്. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവൾ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവളായിരുന്നുവെന്ന്. എനിക്ക് ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നുവെങ്കിലും ഞാൻ അവളത് കാണിക്കുമായിരുന്നില്ല. അതെൻ്റെ ഒരു പ്രൊഫഷൻ. ചിലപ്പോൾ ഞാൻ പട്ടാളക്കാരനായതുകൊണ്ടാകാം, ചിലപ്പോൾ ഞാൻ ആ ഒരു കാഠിന്യം ഇപ്പോഴും സൂക്ഷിക്കുന്നത് കൊണ്ടാവാം. എനിക്ക് അവളെ തിരിച്ചു തരണം ഹരി വിചാരിച്ചാൽ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഫോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഫോൺ എടുക്കാൻ പറഞ്ഞു. ഫോൺ എടുത്തപ്പം അവർ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പം ഞാൻ പിന്നെ ബാക്കിയുള്ളവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ എൻ്റെ വണ്ടിയിൽ കൊണ്ട് വീട്ടിൽ വിട്ടു. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ സ്നേഹമുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കുക. പുറത്ത് കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സ്നേഹം കാപട്യമാണ്. അപ്പോൾ ഇത്തരമുള്ള ഒരുപാട് അനുഭവങ്ങൾ, തമാശകളുണ്ട്, സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, ഇമോഷണൽ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ആസ്ട്രോളജർ കേൾക്കേണ്ടി വരും. ഇതിനെ നമുക്ക് രണ്ട് രീതി കൈകാര്യം ചെയ്യാം. ഒന്നുകിൽ ഭയങ്കര പൈസയൊക്കെ മേടിച്ചിട്ട് പറ്റിച്ചിട്ട് ചെയ്യാം. നേരായ മാർഗത്തിൽ കൂടെ അവർക്ക് എന്താണോ അവരുടെ ജീവിതത്തിന് സന്തോഷം കിട്ടാൻ ഉതകുന്നത് അത് കൊടുക്കുക. അത് തിരഞ്ഞെടുത്ത ഒരാളാണ് ഞാൻ. അതാണ് ഒരു സ്പെഷ്യാലിറ്റി ഇപ്പോൾ പറയാനുള്ളത്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം മേറയുടെ ടീം ട്രിപ്പിൾ എസ്, ശ്യാമ, ശംഭു, ശെൽവൻ, ഒരു നല്ല കൈഡി. ചിങ്കാരమైన മുത്തേ തേൻ കരിമ്പേ സൂപ്പർ സൂപ്പർ അമേസിംഗ് സൂപ്പർ. ഇതുപോലത്തെ ഒരു സ്റ്റെപ്പ് ഈ ഷൂട്ടിംഗ് നടന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. സൂപ്പർ സാറേ, സൂപ്പർ. പ്രഭുദേവ, നാഗാർജുന, ചിരഞ്ജീവി ഇവരെല്ലാരും മാറിക്കും. അത്രയ്ക്ക് നല്ല സ്റ്റെപ്പാ ആയതുകൊണ്ടല്ല, അവര് പഠിച്ചു സ്റ്റെപ്പ് ഇത് കണ്ടാൽ മറന്നു പോകും. അതുകൊണ്ട് പറഞ്ഞതാ, ഇങ്ങനെയൊന്നും കളിച്ച് കാണിക്കല്ലേ സാറേ. ഒരുമാതിരി ഡാൻസ് മാറ്റിയെടുത്ത് മാറ്റേ. ലൈൻ പറയൂ. 18-ാമത്തെ വയസ്സിലായിരുന്നു ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു മൂക്കുത്തിയിട്ട് മുത്തുമണി എന്നൊരു പെണ്ണ് പാലുമായി ഇങ്ങനെ ഞങ്ങളുടെ വീടിന്റെ അതിലേക്ക് പോകും. പിന്നെ അണ്ടി ഓഫീസിലും പോകുമായിരുന്നു. സ്റ്റോറി ലൈൻ പറയാൻ പറഞ്ഞപ്പോ കണ്ണിക്കണ്ട പ്രണയം പറയുന്നു. സ്റ്റോറി ലൈൻ പറയും, കഥാസ്ഥാനം പറയും, നല്ല സീരിയൽ. ഓക്കെ വിട്ടുപോയി സാറേ. സാറിന്റെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടീശ്വരനാണ്. ഒരു 10 വിമാനം, 10 റോക്കറ്റ്, 10 ഹെലികോപ്റ്റർ, ഇതെല്ലാം ഒരു കോടീശ്വരനാണ്. പക്ഷേ ഈ കോടീശ്വരനായ താങ്കൾക്ക് ഒരു അസുഖം. എന്താ? കരപ്പൻ. ഈ കരപ്പന്റെ അസുഖം മാറ്റാൻ വേണ്ടി ആശുപത്രി ചെല്ലുമ്പോഴാണ് നഗ്നമായ സത്യം സാർ അറിയുന്നത്. എന്തു പറ്റി? സാറിന്റെ അച്ഛൻ ഹൃദയ ശസ്ത്രക്രിയക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. സാർ നേരെ എന്ത് ചെയ്യും? പഞ്ചാബിൽ വിളിച്ചു പറയുന്നു, അമേരിക്ക വിളിച്ചു പറയുന്നു, ലോകത്തെ എല്ലാ സ്ഥലങ്ങളും വിളിച്ചു പറയുന്നു, എന്റെ അച്ഛനൊരു ഹൃദയം വേണമെന്ന്. ഈ ഹൃദയം കിട്ടുവാൻ വേണ്ടി അടുത്ത സീനതാണ് ആ കാണുന്ന മലയുടെ മുകളിൽ കയറി നിൽക്കുന്നതും ഹെലികോപ്റ്ററിൽ ഒരു ഹൃദയം കൊണ്ടൊരാൾ വരും. ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഹൃദയം സാറിന്റെ കയ്യിലോട്ടിരുന്നു. സാർ പിടിക്കുന്നു. എന്നിട്ട് നോക്കിയിട്ട് ഒറ്റ ഡയലോഗ്, സദാശിവൻ 72 വയസ്സ്, ക്ലാപ്സ് ഹോസ്പിറ്റൽ 4-ാം വാർഡ് ICUലേക്ക് പിടിച്ചോളി. ഒറ്റ എറിയണം. ഇതിന്റെ പ്രൊഡ്യൂസർ ലോട്ടറി അടിച്ച ആളല്ലേ? ഓ,
അല്ലാതെ ശരീരം അനങ്ങിയ പൈസ കൊണ്ട് ഈ പിടിച്ചോളിയൊന്നും ആരും പിടിക്കൂല. ഞാൻ ആലോചിക്കുന്നു സാറിനെ പോലുള്ളവർ ഏത് സംവിധായകനാണ് സാറിനെ പിടിച്ചിങ്ങനെ സിനിമ പിടിപ്പിക്കുന്നത്? എന്നെ പിടിപ്പിക്കുന്ന ആയിരുന്നു മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകന്മാരുടെ കയ്യൊപ്പ് പറഞ്ഞ നടനാണ്. അറിയാവോ? ഏതൊക്കെ സംവിധായകൻ? താണ്ട സത്യനന്ദിക്കാട് ഡയലോഗ് തിരിച്ചതിന് കീച്ച പാട ഇപ്പോഴും കിടപ്പുണ്ട് ഇവിടെ തുടയിൽ. അറിയാവോ? പ്രിയദർശൻ സാറ് ക്ലാപ്പ് ബോർഡിന് അടിച്ച പാട് ഇവിടെ കിടപ്പുണ്ട്. കയ്യപ്പ് പറഞ്ഞ ആളാ ഞാൻ. അയ്യേ അല്ല, ഞാൻ ആലോചിക്കുന്നിരിക്കും ആരെങ്കിലൊക്കെ സിനിമയിലേക്ക് വരണമെങ്കിൽ ആരെങ്കിലൊക്കെ കാരണക്കാരാവണം. പക്ഷെ സാറിനെ പോലെ കൊണ്ടുവന്നത് ആരെന്ന് പറഞ്ഞാൽ എന്റെ പൊന്നമ്മച്ചേ, എന്നെ കൊണ്ടുവന്ന ആളെ എനിക്ക് ഒരാളോടെ കടപ്പാടുള്ളൂ, എന്റെ ബാലൻ. പഠിക്കുന്ന സ്കൂൾ തലത്തിൽ തൊട്ടാണ് അവൻ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്റെ ബാലൻ അറിയാവോ? ഇല്ല. ഞാൻ ഉച്ചക്കഞ്ഞി ഒരാളായിരുന്നു. ആ ബാലൻ കാരണം ആ ഉച്ചക്കഞ്ഞി ഞാൻ നിർത്തി. അവൻ ചോറ് കൊണ്ട് എനിക്ക് തരുമായിരുന്നു. അവൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊരിച്ച മീൻ ഉൾപ്പെടെയുള്ള ചോറ് എനിക്ക് കൊണ്ട് തരുമായിരുന്നു എന്റെ ബാലൻ. അവൻ എന്നിട്ട് ഉച്ചക്കഞ്ഞി കുടിക്കാൻ പോകും. ആ ബാലന്റെ കടുക്കം വിറ്റ കാശ് കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണ്ടി പോയത്. അറിയാം, വണ്ടിക്കൂലി അവനെ തന്ന അവന്റെ കടുക്കം വിറ്റ കാശ്. ഏത് ലൊക്കേഷനിൽ ചെന്നാലും ഞാൻ ബാല ഇവിടെ ഉണ്ടാവും ഞാൻ നോക്കും. സാറേ ഈ ബാലൻ എന്ന് പറഞ്ഞാൽ എവിടെയാ താമസിക്കുന്നത്? കുഴിത്തറ ബാലൻ. കാതിൽ കടക്കേട്ടാളല്ലേ? സാർ കറക്റ്റ് സ്ഥലത്താ ഉദ്ദേശിക്കുന്നത്. പുള്ളി ഇവിടെ തൊട്ടപ്പുറത്താ കടയിട്ടേക്കുന്നത്. ഞാൻ പോയി വിളിച്ചോട്ടെ സാർ, എത്രയും വർഷങ്ങളായിട്ട് കാത്തിക്കുന്ന ഒരാളല്ലേ ഇവിടെ? വിളിക്കണ്ട സാർ ആഹാരം തന്ന ആളല്ലേ സാറേ? വിളിക്കണ്ട, ചുമ്മാ ഒരു നേരത്തെ ഭക്ഷണം തന്ന ഒരാളല്ലേ സാറേ? വിളിക്കണ്ട പുള്ളിയുടെ കടുക്കം തന്ന ആളല്ലേ സാറേ? വിളിക്കണ്ടെന്ന്. അതെന്താ വിളിക്കണ്ടെന്ന് പറഞ്ഞ? അന്നൊക്കെ കടുക്കന് 15 രൂപയുള്ളു. ഇന്ന് ഒരു പവന് എത്ര രൂപയെന്ന് അറിയാം? 1 ലക്ഷം രൂപയാണ്. സാറേ ഓക്കെ അല്ലേ? വെച്ചോ. എന്താ സാറേ സാറിന് വിഷമാവും. എന്ത് പറ്റി? ഞാൻ പ്രൊഡ്യൂസർ, ഞാൻ കൊള്ളത്തില്ലെന്നും എല്ലാം പറഞ്ഞ? അയ്യോ അതല്ല സാറേ. പിന്നെ എന്റെ അഭിനയം കൊള്ളത്തില്ലെന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞ? അതുമല്ല, പിന്നെ നമ്മൾ അഭിനയിക്കാൻ വന്ന് ഷൂട്ട് നടക്കുന്ന സ്ഥലങ്ങളിലെ എപ്പോഴും വന്ന് സാറിന്റെ മകനാണെന്ന് പറഞ്ഞ് പരാതി പറയുന്ന ഒരു പയ്യനില്ലേ? അച്ഛനാവണമെന്നും പറഞ്ഞ ഒരാൾ വരുന്നില്ലേ? തേമ്പാമോട് ബാബു. ഇവിടെ വന്നു. ഇവനെ കാരണമാണ് ഈ കാട്ടിൽ ഷൂട്ട് വെച്ച. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ ഷൂട്ട് ചെയ്യും. ഞാൻ പുള്ളിക്ക് വേഷമില്ലല്ലോ, പിന്നെ പുള്ളി വെച്ചങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്? അയ്യോ അതല്ല, ഞാൻ അവനെ വെടിവെക്കുമെന്ന് പറഞ്ഞു. സാറേ വരുന്നുണ്ട് സാറേ, പുള്ളി ഞാൻ സംസാരിക്കാം. അതെ സാറേ, ഒരുവിധം നമ്മൾ ഒരു ഷൂട്ട് ഒന്നും നടന്നോട്ടെ. ഇന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾ ഏതെല്ലാം സ്ഥലത്ത് വന്ന് വയനാട്ടിൽ വന്നപ്പോൾ അവിടെ വന്ന് എന്റെ അച്ഛനെ കാണുമെന്നും പറഞ്ഞു വന്നു. എനിക്ക് വേറൊന്നുമല്ല, എന്റെ അമ്മ പറഞ്ഞു വിട്ടോണ്ടാണ് ഞാൻ വന്നത്. എന്ത് പറഞ്ഞോട്ടെ? എനിക്ക് അച്ഛൻ്റെ പൃഥ്വിക്ക് എനിക്ക് വേണം. എന്താ പൃഥ്വിക്കും അച്ഛനെ മേടിച്ച് തന്നാ മതി അമ്മ പറഞ്ഞു. സാറേ എന്താ സാറല്ലേ പറഞ്ഞ പുള്ളിയുടെ അച്ഛനല്ലെന്ന്? പിന്നെ അവർ അമ്മ പറഞ്ഞു പിതൃപ്പയ്ക്ക് എന്താ സാർ എന്താ വേണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് അച്ഛനെ കാണാൻ ഞാൻ വന്നത്. എന്താ വേണമെന്നാ? അച്ഛന്റെ കയ്യിൽ നിന്ന് പൃഥ്വി മേടിച്ചോണ്ട് വരാം. അതെന്താ പിതൃപ്പി? അച്ഛനാണെന്ന് പറഞ്ഞ പൃഥ്വി പിതൃത്താണോ? പിതൃത്താണോ? അത് ആദ്യം അവരടുത്ത് നല്ലതുപോലെ പറയാൻ പറ. പിതൃത്വം അല്ല, ഞാനേ ഷൂട്ടടക്കല്ല. അതല്ല, എനിക്ക് വേറെ ഒറ്റ കാര്യം മാത്രം മതി. എനിക്ക് എന്റെ അച്ഛന്റെ വായിന്ന് മകനെ എന്നൊരു വിളി മാത്രമേ കേട്ടാ മതി. അത്രേ ഉള്ളൂ. അപ്പോ സാറേ പ്രശ്നമൊന്നുമില്ല. ഒന്ന് മകനെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി അങ്ങ് പൊക്കും. പ്രായം കൊണ്ട് എന്റെ അച്ഛന്റെ കൂടെ ഇരുന്ന് പഠിക്കേണ്ട എവനെ ഞാൻ എങ്ങനെ മകനെ വിളിക്കുന്നതാണ് പറയുന്നത്? അതെ, ഒരു മര്യാദ വേണ്ടേ? ഷൂട്ട് നടക്കണം. മകനെ വിളിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് പോകും. ഷൂട്ട് നടക്കൂല. എങ്ങനെ മകനെ അച്ഛൻ വിളിക്കണമെന്ന്? എക്സ്ക്യൂസ് മീ സാർ, ഒന്ന് മകനെന്ന് വിളിച്ച മകനെ എന്തോന്ന് വിളിയാണത്? ഏതൊരു അച്ഛൻ അങ്ങനെ വിളിക്കൂ? പിന്നെ വികാരമില്ല. ഇപ്പൊ എങ്ങനെ വിളിക്കണമെന്നാ പറയുന്നത്? നെഞ്ചി തട്ടണം. ആ വിളി നെഞ്ചി തട്ടി മകനെ എന്ന് വിളിക്കണം. മകനെ പൊക്കോ. എന്റെ പൊന്നു മാഷ ഒന്ന് പോകും പ്ലീസ്. അടുത്ത പ്രശ്നക്കാരനാണല്ലോ സാർ. അടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അവിടെ വെച്ച് സാറിന്റെ അടുത്ത് പറയുകയാണ്, പുല്ല് വെട്ടുന്ന ശാന്തയുടെ മകളുമായി നിനക്കൊരു ബന്ധമുണ്ടല്ലടാ, അതിനൊരു മകളുണ്ടല്ലടാ. എനിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ? ഹെലികോപ്റ്റർ, വിമാനങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ പുല്ല് വെട്ടുന്ന വേറെ ആരും കിട്ടിയില്ല, നാട്ടിൽ വേറെ ആരും കിട്ടിയില്ല. ഇത് ആരാ കഥ എഴുതിയത്? ഞാൻ തന്നെയാണ്. എന്നിട്ട് അപ്പോൾ എണീറ്റൊന്നും പറയണം അച്ഛൻ്റെ അടുത്ത്. അച്ഛൻ എത്രയൊക്കെ എതിർത്താലും പുല്ല് വെട്ടുന്ന ശാന്തയുടെ മകളെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ അതിലെനിക്കൊരു മകളുണ്ട്. സത്യം സത്യം സത്യം. ഇത്രേ ഉള്ളൂ. പുല്ല് വെട്ടുന്ന ശാന്തയിൽ ഒരു മകളുണ്ട്. സത്യം സത്യം അല്ലേ? അച്ഛൻ എത്രയൊക്കെ എതിർത്താലും പുല്ല് വെട്ടുന്ന ശാന്തയിൽ എനിക്കൊരു മകളുണ്ട്. സത്യം സത്യം സത്യം. കണ്ണിക്കണ്ട ശാന്തയ്ക്ക് മക്കളെന്ന് പറഞ്ഞപ്പോ അത് ഏറ്റെടുത്തേക്കുന്നു. സ്വന്തം മകനെ ഏറ്റെടുക്കാൻ വയ്യ. ഞാൻ ഇത് ഈ പുള്ളിയെ മാറ്റാം. ഒന്ന് ഇവിടുന്ന് മാറ്റും. ഞാൻ ഒരു കാര്യം കൂടെ, എന്റെ അമ്മ അറിയാമെന്ന് ചോദിച്ചാണ് സാർ. പുള്ളി അമ്മ അറിയൂ? എനിക്കെങ്ങനെ അറിയാം? ഏതാണ്? ആരാണ്
എനിക്ക് അമ്മ അറിയില്ലേ? എനിക്ക് പുള്ളിയെ തന്നെ അറിയില്ല. എന്റെ അമ്മ അറിഞ്ഞൂടാ? അറിയില്ല. അറിയില്ലേ? അറിയില്ല. എന്റെ അമ്മ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എത്ര സിനിമയില്? എത്ര സിനിമയിൽ? ഏത് സിനിമയില്? ഉദാഹരണത്തിന് വന്ദന സിനിമയില് കുറെ പെണ്ണുങ്ങൾ ആ പാട്ട് സൈഡില് ചുള്ളിയൊക്കെ വെച്ചിട്ട് താനാ തിന്നാനാന്ന് പറഞ്ഞ പോവില്ലേ, അതില് ഫ്രണ്ടിലേ പോണത് എന്റെ അമ്മയാണ്. ആ ചുള്ളിയും കൊണ്ട് പോണത്. ഏത് ചുള്ളിയാ ഏത് കമ്പാന്ന് എനിക്കൊരു പിടിയില്ല. സത്യം, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അവരെയൊന്നും കണ്ടിട്ട് പോലും ഇല്ല. എന്റെ അമ്മ അറിഞ്ഞൂടല്ലേ? ഒരു സ്ഥലത്ത് ഒരു നടന്നെടുത്താൽ ഇതിന് മര്യാദ വേണം. അദ്ദേഹത്തിന്റെ മകനാവനോട് എന്ത് ക്വാളിറ്റി ഉള്ളത് എനിക്കുള്ള ക്വാളിറ്റി ഉള്ളതെന്നാ? അതേ കഴിവ് എനിക്കും കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഞാനും ഇപ്പൊ ഒരു സിനിമ അഭിനയിക്കുന്നുണ്ട്. അച്ഛൻ കാണിക്കുന്ന അതേ ആക്ഷൻ ഞാനും കാണിക്കുന്നുണ്ട്. എന്ത് ആക്ഷനാണ് നിങ്ങൾ കാണിക്കുന്നത്? ഞാൻ കാണിച്ച എന്ത് ആക്ഷനാണ് നിങ്ങൾ അച്ഛൻ സ്ഥിരം ആക്ഷൻ ഞാൻ കാണിക്കുന്നുണ്ട്. എന്ത് ആക്ഷൻ? എന്ത് ആക്ഷൻ? അച്ഛൻ എല്ലാ സിനിമയും കാണിക്കുന്ന ആക്ഷൻ ഉണ്ടല്ലേ? ഇങ്ങനെ ആക്ഷൻ ഉണ്ട്. കാണിക്കും. സാറേ ഒന്ന് അച്ഛനാണെന്ന് പറ. അല്ലെങ്കിൽ ഇവിടെ പിടഞ്ഞു വിട്ട് ചാവും. പിന്നല്ലോ എണീച്ചാണ് വല്ല മാനവും ഉണ്ട്. ഒരാളുടെ മുമ്പ് വന്ന് കോപ്രായം കാണിക്കുന്നതിന്. അതെല്ലാം ഇവിടെ നിങ്ങൾ രണ്ടുപേരും മുഖം നോക്കും. എന്തെങ്കിലും സാമ്യമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഇത്രയും നേരം സാറിന് മുമ്പ് ഞാൻ വന്നു. സാറിന് എന്തൊരു മനസ്സിലായി? ഈ രണ്ട് മുഖത്ത് നോക്കിയിട്ട് ഒന്നും മനസ്സിലായില്ല. ഒന്ന് നോക്കി സത്യം നോക്കിയാണ്. നീ നിന്റെ കാര്യം നോക്കി പോടോ വെച്ചേ. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. എനിക്ക് എന്റെ അച്ഛനെ വേണം. എനിക്ക് വേറെ തെളിവുണ്ടോ? ആ തെളിവുണ്ട്. കുഞ്ഞുനാളില് എനിക്ക് അച്ഛനെ കാണണമെന്നും പറഞ്ഞാൽ ആശി പിടിച്ച് കരുവായിരുന്നു. അച്ഛൻ അഭിനയിക്കുന്ന സിനിമ തിയേറ്റർ വരുമ്പോ സിനിമ തീരുമ്പോ ഞാനും എന്റെ അമ്മയും കൂടെ തിയേറ്ററിന്റെ ബാക്കിൽ പോയി നിൽക്കുമായിരുന്നു. അതെന്തിന്? അഭിനയം കഴിഞ്ഞിട്ട് അച്ഛൻ ഇറങ്ങി വരുമല്ലോ. ഈ മണ്ടത്തരം കേട്ടാൽ തന്നെ അറിഞ്ഞൂടെ ഞാനല്ലെന്ന്. ഇപ്പൊ തനിക്ക് എന്താ വേണം? ഈ ഷൂട്ട് ഒന്നുകൂടെ നടന്നോട്ട്. എനിക്ക് എന്റെ അച്ഛനാണെന്നുള്ള തെളിയിക്കാനുള്ള എന്തെങ്കിലും. നീ ഒരു ഫോട്ടോ എടുത്തോണ്ട് വീട്ടിൽ കൊണ്ട് വേണ്ടി പോ. അങ്ങനെയാണെങ്കിൽ ഒരു സെൽഫി എടുത്തോട്ടാ. സെൽഫി എടുത്തോണ്ട് പോ. സാർ എന്റെ ഫോൺ ഓഫ് ആയിപ്പോ എന്റെ സെൽഫി എടുത്ത നമ്പർ ഒന്ന് അയച്ചു തരും. എവിടെ നിന്ന് കഷ്ടപ്പെടുത്താൻ വേണ്ടിട്ട്? അമ്മയെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നെന്നുള്ള തെളിവ് കാണിക്കണ്ടേ? ആ പെടുന്ന ഫോട്ടോ എടുത്ത് മാറിക്കോ. ഒന്ന് ചേർന്ന് നിൽക്കണം. ഒരു മിനിറ്റ് കോൾ വന്നു. ഹലോ, ആ ഷൂട്ട് നടന്നോണ്ടിരിക്കുക. ആ ഇല്ലല്ല, സീലം പ്രശ്നക്കാരൻ അവൻ തന്നെ അവിടെ വന്നിരിക്കുന്നത്. ഓ വിളിക്കാം. ഓക്കെ സാറേ സെൽഫി. സോറി തിരിച്ചോണ്ടില്ല. ചെന്നല്ലേ ഫോണല്ലേ എങ്ങനെയല്ലേ? അതെ, ഷൂട്ട് മുടങ്ങും മിക്കവാറും കൂടെ പ്രശ്നമായിട്ടിരിക്കുക. ഓ ശരി എന്നാ ശരി എടുക്കണ്ടേ? ഞാൻ എടുത്തു തരാം. ഞാൻ ഇറങ്ങിപ്പോ ഒരു കാര്യം ചെയ്യട്ടെ. DNA ടെസ്റ്റ് നടത്താൻ തലേന്നൊരു മുടി എടുത്തു തരാൻ പറ്റൂ? മുടിയാ? ആ മുടി. എന്തിന് DNA ടെസ്റ്റ്? എനിക്ക് ഉറപ്പാണ് നിങ്ങൾ മകനല്ലേ. എന്റെ അച്ഛനെ നീ തെളിയിക്കണം. എങ്ങനെ തെളിയിക്കും നിങ്ങൾ? ഞാൻ തെളിയിക്കുമെന്ന്. അതിന് ഞാൻ മുടി കൊടുക്കണമെന്ന്. ഞാൻ മുടി കൊടുക്കണമെന്ന്. എന്തിന് ഞാൻ മുടി കൊടുക്കണം? ഇവിടെ അനുഗ്രഹം വെള്ളം മേടിച്ചു ഫോട്ടോ ഇറക്കാൻ. എന്തിന് ഞാൻ മുടി? എനിക്ക് അല്ലെങ്കിൽ അങ്ങനെ അനുഗ്രഹം എന്താ സാർ? എന്താ അനുഗ്രഹം? ഓക്കെ, മുടിയൊക്കെ തരണം പറഞ്ഞ മുടി കൊടുക്കണമെന്ന് പറഞ്ഞില്ല. അല്ല, ഒരു മുടി തരണം. ഒരു മുടിയാ? തരണം. എന്ത്? ഞാൻ ടെസ്റ്റ് നടത്തിക്കോളാം. സാറേ, സാറിന്റെ മുടിയെടുത്തോണ്ട് അവൻ പോയി. DNA ടെസ്റ്റിലാണ് സാറിന്റെ പേരെന്ന് പറഞ്ഞാൽ സാർ നാറുവേ. എന്റെ പേര് മാത്രമല്ല, ഒരു 10-20 പേര് തെളിയും. എന്തായാലും മനസ്സിലായില്ല. 17 നടന്മാര് വെച്ച വിഗാണ് അവ എടുത്തോണ്ട് പോയത്. പിന്നെ എന്റെ പേര് മാത്രമാണോ തെളിയുന്നത്? ഒരു മുടി എടുത്തോണ്ട് പോകാൻ, വിഗ് എടുത്തോണ്ട് പോകാൻ പറഞ്ഞത്. ടീം ട്രിപ്ലസ് ഒരു നല്ല കൈയടി. നമ്മുടെ ഫ്ലോറിലേക്ക് ഒരു സൂപ്പർ സ്റ്റാർ വന്നാണ് നസീർക്ക. അല്ല, ഇവര് എന്ത് പറഞ്ഞാലും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ടീമാണ് ഇവര്. അപ്പം അതുകൊണ്ട് ഇവരുടെ എന്താണെന്നുള്ള നമുക്ക് തുറന്ന് പറയാൻ പറ്റും. ഇത് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല എന്ന് തോന്നുന്നു എനിക്ക്. ഈ സബ്ജക്റ്റിന് ക്ഷാമം വരും. നമ്മൾ നല്ലതുണ്ടാക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ പാടുള്ളൊരു ജോലിയാണ്. നമുക്ക് പാടുപെട്ടാലേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ, നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്നാലേ നമുക്ക് നല്ല അഭിപ്രായങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ എന്തായാലും തമാശയുടെ എലമെൻറ്റുകൾ തീരെ കുറവായിരുന്നു. ആക്ടിങ് നിങ്ങൾ വൃത്തിയായിട്ട് അത് അഭിനയിച്ച് തീർത്തു. പക്ഷേ നമുക്ക് ചിരിക്കാനുള്ളത് അവിടെ ഇവിടേക്കായിട്ട് പൊടി എന്നേ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും തരാനായിട്ട് പറ്റിയില്ല. അടുത്ത പ്രാവശ്യം നന്നാക്കി എടുക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അല്ല, നമ്മളിത് കീറി മുറിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരു നിഷ്കളങ്കമായ ഒരു കോമഡിയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഇപ്പൊ ആനുകാലികമായ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഒരു അച്ഛൻ്റെ മകനാന്നും പറഞ്ഞിട്ട് പല സ്ഥലത്തും നടക്കുന്നു, ആ പുള്ളിയുടെ ആക്ഷൻ കാണിക്കുന്നു. പക്ഷെ ആ റേഞ്ചിലേക്ക് വന്നില്ലത്. അതിൽ ചിലപ്പോൾ നമുക്ക് വലിയ കോമഡി ഇല്ലെങ്കിലും കുറച്ച് നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചാൽ അതാ ലൈവായിട്ട് നിന്നേനെ. അത് മാത്രമേ ഉള്ളൂ. നമുക്ക് വിഷമമുണ്ട്, കാരണം നിങ്ങളെല്ലാം ബെസ്റ്റ് ആക്ടേഴ്സാണ്. 3 പേരും പല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളവരാണ്. ഒന്നിനെ വെട്ടുന്ന ടൈപ്പ് ആർട്ടിസ്റ്റുള്ള. പക്ഷെ അതിന് പറ്റിയ ഒരു അടിത്തറ കിട്ടിയില്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത തവണ നമുക്ക് റെഡിയാകാം. ഓക്കെ.
താങ്ക് യു മണിക്കുട്ടാ. ഇമ്പ്രസീവ് ആയിരുന്നു. ഈ കണ്ടന്റിന് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഒരുപാട് ഈ ഒരു നൂൽമേൽ പാലം പോലെയാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു ശ്രദ്ധാപൂർവമായിട്ട് നിങ്ങളത് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചു. 2 ഡയറക്ടർമാർ, ഒന്ന് സത്യനന്ദിക്കാട് സാറിൻ്റെ, ഒന്ന് പ്രിയദർശൻ സാറിൻ്റെ പേര് ഇതിൽ പറഞ്ഞു. അപ്പം ഇവർ രണ്ടുപേരും വളരെ പാവമാണ് കേട്ടോ. അപ്പോൾ ഒട്ടും ദേഷ്യപ്പെടാത്ത ആൾക്കാർ, പക്ഷേ നമ്മുടെ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇതിൽ പ്രിയൻ സാറ് നമുക്ക് ചില കാര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് വിമർശിക്കണമെന്ന് നമുക്ക് തോന്നാം. അപ്പോൾ പ്രിയൻ സാർ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കലാകാരന്മാരെക്കാൾ ഉപരി കലാകാരന്മാരുടെ കലാസൃഷ്ടികൾ വിമർശിക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കട്ടെ. ഇതിലിപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതിങ്ങനെ അവതരിപ്പിച്ചാൽ ആർക്കെങ്കിലും വിഷമാവോ എന്നൊരു ഭയം എവിടെയോ നിങ്ങളുടെ ആക്ടിൽ കിടന്നു. പക്ഷേ എൻ്റെ ഒരു ഇത് പറയുന്നത് പോലെ നമ്മൾ കലാസൃഷ്ടിയിൽ ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിമർശനങ്ങൾ വേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് വിമർശിക്കാം. കാരണം നിങ്ങൾ കേരളക്കര അത്രത്തോളം ഇഷ്ടപ്പെടുന്ന കലാകാരന്മാരാണ്. നിങ്ങളുടെ കഴിവിനെ കേരളക്കര അത്രത്തോളം കൈയടിച്ച കലാകാരന്മാരാണ്. ഞാൻ കുറച്ചൊക്കെ എൻജോയ് ചെയ്തു. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു. ഹരിച്ചേട്ടാ, ഞാൻ അത്യാവശ്യം കുറച്ച് എൻജോയ് ചെയ്തു. ഇന്ന് നിങ്ങൾക്ക് ഇത്തിരി സമയമോശമാണെന്ന് വിചാരിച്ചാൽ മതി. അടുത്ത ദിവസം കുറച്ചുകൂടെ സമയം തെളിയും. പിന്നെ ഈ ക്ലൈമാക്സിൽ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, ആ വരുമ്പോൾ വിഗ് എടുത്തുകൊണ്ട് പോവുകയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ചെറിയ പോരായ്മകൾ കുഴപ്പമില്ലേ. അടുത്ത തവണ നിങ്ങൾ അടിച്ചു പൊളിക്കുകയാണ്. നിങ്ങൾ നല്ല കലാകാരന്മാരാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ്, ആസ്വദിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ കഴിവുകൾ വളരെ വലുതാണ്. ഇപ്പോൾ ഇന്നൊരു കുഞ്ഞു സമയമോശം, അടുത്ത ദിവസം സമയം തെളിയും. അല്ല, ഇന്ന് എന്തെങ്കിലും വിഘ്നത്തിൽ ലഗ്നോ അങ്ങനെ ഇന്നെന്തോ ഒരു ലഗ്നത്തിൽ വിഘ്നമുണ്ട്. അടുത്ത ദിവസം അത് മാറി, ആ വിഘ്നം മാറി, നല്ലത് വരും, നിങ്ങൾ പൊളിക്കും. ഓക്കെ, വിഘ്നത്തിൽ ടിനിട്ടോമാണ്. അപ്പൊ നമുക്ക് മാർക്സിലേക്ക് കടക്കാം. ആരാണ് ആദ്യം? ഞാനൊരു 6000 രൂപ കൊടുക്കാം. 6000 രൂപ. ഞാനും ഒരു 6000 രൂപ. 12000 രൂപ. ചിരിച്ചേട്ടാ അയച്ചോളൂ. ഞാൻ വിഘ്നത്തിൽ ലഗ്നമാണ് നൽകുന്നത്. 25,000 രൂപ. അടുത്ത തവണ ട്രിപ്ലസിന്റെ ഒരു ഉഗ്രൻ തിരിച്ചുവരവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹ്യാമ്പോ അപ്പൊ കലക്കം നമ്മള്. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഏതാണ്ട് തീരാറായിട്ടുണ്ട്. ഹരിച്ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഹരിച്ചേട്ടനുമായിട്ട് കുറച്ചധികം സമയം ഇരുന്ന് വർത്താനം പറയാനും ഞങ്ങളുടെ സ്കിറ്റ് ഒക്കെ കണ്ടിങ്ങനെ ഹരിച്ചേട്ടനോട് കുറച്ച് നർമ്മസ് അല്ല. അപ്പോൾ ഹരിച്ചേട്ടന് എങ്ങനെ തോന്നുന്നു നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ കുറച്ച് സമയം ഇരുന്നിട്ട്? അല്ല, ജീവിതത്തിൽ സ്ട്രെസ് ഉള്ളവർ എപ്പോഴും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന പരിപാടി ഈ ഐറ്റം വേറെയാണ്. അതിൽ വരുന്ന വളരെ നാച്ചുറലായിട്ടുള്ള കണ്ടന്റുകൾ അത് ഒത്തിരി പേർക്ക് ശരിക്കും ആശ്വാസവും നൽകുന്നുണ്ട്. കാരണം ഇന്ന് മനുഷ്യൻ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണല്ലോ. നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാലും സ്ട്രെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ അതൊരു കാലഘട്ടത്തിനൊരു അനിവാര്യമാണ് ഈ പ്രോഗ്രാം. ഇത് കൂടുതൽ എപ്പിസോഡുകളായി മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നന്ദിയുണ്ട്. ഗുഡ് നൈറ്റ്.